അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4x4 ക്യൂബ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ലെയർ, അതായത് വൈറ്റ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ നിന്ന് വിശദീകരിക്കുന്നത്. ഇപ്പം നമ്മളെ ക്യൂബ് എടുത്തതിൽ നമ്മൾ സെന്റേഴ്സ് ഒക്കെ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സെന്റേഴ്സ് ഒക്കെ മാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ സൈഡ് കളറും നമ്മൾ മാച്ച് ചെയ്തു. നമ്മൾ 3x3 ഒരു കളറും ഉണ്ടാവുള്ളൂ, ഒരു കട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ഉണ്ടാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഏറ്റവും വലിയ ഫോൾട്ട്, നിങ്ങൾ ഈ വൈറ്റ്, സാധാരണ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ വൈറ്റ് ആണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വൈറ്റ് ലെയർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യൂബ്, നിങ്ങൾ വാങ്ങുന്ന ക്യൂബ് പലതരം ക്യൂബുകൾ ഉണ്ടാവും. ആ ക്യൂബിന്റെ കളേഴ്സ് കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ 4x4 ക്യൂബിൽ അങ്ങനെ പെർമനന്റ് കളേഴ്സ് ഇല്ല. അതായത് 3x3 ക്യൂബിൽ സെന്ററിൽ ഒരു കളർ ഉണ്ടാവും, അതിന് ചുറ്റും നിങ്ങൾ ആക്കിയെടുത്താൽ മതി സൈഡ് കളേഴ്സ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് ഈ 4 പീസും ഈ സെന്റർ പീസുകളൊക്കെ മാറാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ 4x4 ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കോർണർ പീസ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിത് ഈ ഒരു കോർണർ പീസ് ഞാൻ എടുക്കുകയാണ്. ഇതിന്റെ ഒരു കളർ എന്താ, വൈറ്റ്, ഓറഞ്ച്, ഗ്രീന്. നിങ്ങൾ ഈ സെന്റർ സെറ്റ് ചെയ്തതിന് ശേഷം, ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ആ സെന്ററുമായിട്ട് മാച്ച് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ വൈറ്റ് ആണ്, വൈറ്റിന്റെ നേരെ ഞാൻ കൊണ്ടുവച്ചു. ഇവിടെ വൈറ്റ്, പക്ഷെ ഇവിടെ ഓറഞ്ച് ആണ്. ഇവിടെ ഓറഞ്ചിന്റെ അടുത്ത് കൊണ്ടു. അപ്പോൾ ഇത് ഇവിടെ വൈറ്റ് ഓറഞ്ചിന്റെ അടുത്ത് എത്തണം. നമുക്ക് ഓറഞ്ച് ഇപ്പുറത്ത് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിക്കണം. ഇപ്പോൾ ഈ പീസ് നിങ്ങൾ നോക്കുക, വീണ്ടും ഇവിടെ ഓറഞ്ച് ആയില്ല, ഓറഞ്ച് ഇപ്പുറത്താണ്, വീണ്ടും തിരിച്ചു. ഇപ്പോൾ ഈ കോർണർ പീസ് നോക്കുക, ഇവിടെ വൈറ്റ് കറക്റ്റാണ്, ഓറഞ്ച് കറക്റ്റാണ്, ഗ്രീൻ റൈറ്റ് ആണ്. അപ്പം നിങ്ങൾ ഈ സെന്റർ മാച്ച് ചെയ്തത് കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യുമ്പം ഈ ഫസ്റ്റ് ലെയർ, അതായത് വൈറ്റ് സോൾവ് ചെയ്യുമ്പം ഒരു പീസ് വ്യത്യാസമായിട്ട് വരും. ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ പീസാണ് എടുത്ത് ചെക്ക് ചെയ്ത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ പീസാണ് ആയിരിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഈ പീസ് എടുത്തു ഇതിന്റെ വൈറ്റ് മാച്ചാണ്. ഇവിടെ ബ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ ബ്ലൂ ഇവിടെയാണ്. ഒന്ന് തിരിച്ചു നോക്കുക. ഇതാ ബ്ലൂവും മാച്ചാണ്, വൈറ്റും മാച്ചാണ്, ഓറഞ്ചും മാച്ചാണ്. ഏത് പീസ് എടുത്താലും അത് കറക്റ്റ് ആയിരിക്കണം. അതാ ഇതിപ്പോൾ റെഡ് ആണ്. റെഡ് നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. തിരിച്ചു കൊണ്ടുവച്ചു, റെഡിന് നേരെ ഉപയോഗിച്ചു. ഇനി ഇവിടെ ഗ്രീൻ ആണ്, നമുക്ക് ബ്ലൂവിന്റെ ഭാഗത്ത് കൊണ്ടുവച്ചു, വീണ്ടും തിരിച്ചു. ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾ ഈ 2 പീസുകൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പീസ് റെഡും മാച്ചാണ്, ബ്ലൂവും മാച്ചാണ്, യെല്ലോയും മാച്ചാണ്. ഇത് നിങ്ങൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുമ്പോൾ വൈറ്റ് സോൾവ് ആയി കിട്ടൂല. അപ്പൊ എപ്പോഴും ഈ സെന്റേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾ ക്യൂബ് വാങ്ങുമ്പോൾ ക്യൂബിൽ ശ്രദ്ധിക്കുക, ക്യൂബിന്റെ കളർ കോമ്പിനേഷൻ എങ്ങനെയാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് അപ്പോൾ ടോപ്പ് ആക്കി പിടിക്കുക. യെല്ലോ ആണല്ലോ നമ്മൾ എപ്പോഴും ടോപ്പ് ആക്കി പിടിക്കുക. ഈ യെല്ലോന്റെ സൈഡ് കളർ ഏതാണെന്ന് നിങ്ങൾ ആദ്യം നോക്കി പഠിക്കുക, എന്തെങ്കിലും എഴുതി വെക്കുക. അതായത് ക്യൂബ് വാങ്ങുന്ന സമയത്ത് ഏതാണോ കളർ, ഇവിടെയുള്ള കളർ, അതായത് യെല്ലോന്റെ ഈ സൈഡിൽ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏതാ, റെഡ് ആണോ അല്ലെങ്കിൽ ഓറഞ്ച് ആണോ നോക്കുക. നിങ്ങൾ ഈ ഓറഞ്ച് ഇവിടുന്ന് എടുത്ത് ഇവിടേക്ക് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂബ് ഒരിക്കലും സോൾവ് ആവൂല. അപ്പൊ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്യൂബ് വാങ്ങുമ്പോൾ അതിന്റെ കളേഴ്സ് നോക്കുക. അപ്പോൾ ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഇതിപ്പോ ഞാൻ ചെക്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് വൈറ്റ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ യെല്ലോന്റെ 4 ഭാഗത്ത് ഈ വൈറ്റ് കൊണ്ടുവെക്കുക. യെല്ലോന്റെ ഭാഗത്ത് ഇനി ഒരു വൈറ്റും കൂടി ഉണ്ട്, അതും കൂടി കൊണ്ടുവച്ചു. ഇപ്പൊ കൊണ്ടുവച്ചു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ഈ സെന്റർ, ഇപ്പോൾ ഒരു സെന്റർ അല്ലെങ്കിൽ ഇപ്പൊ റെഡും വൈറ്റ് ആണ്, ഇത് നിങ്ങൾ സെന്റർ ആക്കി മാച്ച് ചെയ്യുന്നു, നേരെ താഴോട്ട് കൊണ്ടുവെക്കുന്നു. ഇനി അടുത്ത ഗ്രീനും മാച്ച് ചെയ്യിക്കുന്നു, താഴെ കൊണ്ടുവെക്കുന്നു. ഓറഞ്ചും മാച്ച് ചെയ്യിക്കുന്നു, നേരെ താഴോട്ട് കൊണ്ടുവെക്കുന്നു. ബ്ലൂവും മാച്ച് ചെയ്യിക്കുന്നു, നേരെ താഴോട്ട് കൊണ്ടുവെക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൈറ്റ് ആണ് സോൾവ് ചെയ്യേണ്ടത് അല്ലേ. ഇത് ഓൾറെഡി സെന്റർ മാച്ചായി, എല്ലാത്തിൻ്റെയും സെന്റർ മാച്ചായി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വൈറ്റ് സോൾവ് ചെയ്താൽ ഇത് ഫസ്റ്റ് ലെയർ സോൾവ് ആവും. അപ്പം നിങ്ങൾ ഫേസ് പിടിച്ചിട്ട് എവിടെയെങ്കിലും ഫ്രണ്ടിലോ ലെഫ്റ്റിലോ റൈറ്റിലോ ഉണ്ടോ നോക്കുക. ഇവിടെ ലെഫ്റ്റിലുണ്ട്. അപ്പം നിങ്ങൾ ഇതിന്റെ കളർ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വൈറ്റിന്റെ സൈഡ് കളർ ഏതാണോ റെഡ് അല്ലേ, റെഡിന്റെ അവിടെ കൊണ്ടുവെക്കുക. തിരിച്ചിട്ട് ബാക്കിയുള്ള 3 കട്ടകൾ തിരിച്ചു വെച്ചിട്ട് ഇത് മാച്ച് ചെയ്യുക. എന്നിട്ട് ടോപ്പ് ഒന്ന് തിരിക്കുക, വേണ്ട ഭാഗം മേലോട്ട് തിരിക്കുക, റിട്ടേൺ തിരിക്കുക, ഇതും റിട്ടേൺ തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പീസ് ഇത് അവിടെ സോൾവ് ആയി. വീണ്ടും
ടോപ്പ് സൈഡിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കുക. എല്ലാ ഭാഗത്തും എവിടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ താഴെയുള്ള നമുക്ക് മുകളിലേക്ക് എടുക്കാൻ, മേലോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് തിരിക്കുക, റിട്ടേൺ തിരിക്കുക. ഇപ്പോൾ നമുക്ക് മുകളിൽ കിട്ടി. ഇനി ഈ വൈറ്റ് നിങ്ങളെ റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലുള്ള ഇതിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക. ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് കൊണ്ട് ഈ 3 എണ്ണം തിരിച്ചു കൊണ്ടിട്ട് ഓറഞ്ചിൻ്റെ സൈഡ് മാച്ച് ചെയ്യുക. അതിന് ശേഷം ഇതിനെ സൈഡിലേക്ക് നീക്കുക. ഏത് ഭാഗത്താണോ വരേണ്ടത് ആ ഭാഗം മേലോട്ട് തിരിക്കുക, റിട്ടേൺ തിരിക്കുക. ആ പീസ് സോൾവ് ആയി. അതിനുശേഷം ഇനി രണ്ടും മുകളിലാണ് വരുന്നത്. ഇതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ഈ മാച്ച് ആവാതെ കിടക്കുന്ന ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് തിരിക്കുക. ഇപ്പോൾ ഇതാ വന്നു, ഇതാ ഫ്രണ്ടും ലെഫ്റ്റും വന്നു. ഇപ്പോൾ നമുക്ക് റൈറ്റ് എടുക്കാം. റൈറ്റിൻ്റെ അടുത്ത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ സൈഡ് കളർ ഏതാണോ സോ മാച്ചായി കിടക്കുകയാണ്. നേരെ തിരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, റിട്ടേൺ തിരിക്കുക. അതും അവിടെ സോൾവ് ആയി. ഇനി ഒന്ന് ബാക്കിയുണ്ട് വൈറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഗ്രീനായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് സൈഡിലേക്ക് തിരിക്കുക, ഏത് ഭാഗമാണോ അത് മേലോട്ട് തിരിക്കുക, റിട്ടേൺ തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് മാച്ചായി കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വൈറ്റ് മാച്ച് ആവുന്നുണ്ട്. ഇതിൻ്റെ കളേഴ്സ് തെറ്റാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്ത സെൻറ്റേഴ്സ് തെറ്റാണ്. അത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.